ഗായ്സ്, വെൽക്കം ബാക്ക് ടു വിത്ത് ടി റോക്സ്. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു മേക്ക് എ ഫ്രോഗ് വിത്ത് A4 ഷീറ്റ് പേപ്പർ, അതല്ലെങ്കിൽ സാധാ പേപ്പർ, നോർമൽ പേപ്പർ. നമുക്ക് ആദ്യം വേണ്ട ഒരു A4 ഷീറ്റ് പേപ്പർ, അതുമല്ലെങ്കിൽ ഒരു സാധാ പേപ്പർ, പിന്നെ ഒരു സ്കെയിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഇത് നമ്മൾ എന്താണെന്ന് ചെയ്യേണ്ടത്, ഏത് പേപ്പറാണോ ആ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ വരാൻ പാകത്തിന് മടക്കണം. നമുക്ക് കോൺ ഷേപ്പിൽ കിട്ടും. അതുപോലെ മടക്കിയതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ബാക്കി പീസില്ലേ, അത് നമ്മൾ ഇത് സ്കെയിൽ വെച്ചിട്ട് കട്ട് ചെയ്യും. കറക്റ്റ് അതുപോലെ കട്ട് ചെയ്യണം. കാണിച്ചു തരാം. ഇതുപോലെ നോക്കി കട്ട് ചെയ്തില്ലെങ്കിൽ പണി പാളും. അതെന്താണെന്ന് അറിയത്തില്ല, കുറച്ച് ഇന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു പീസ് നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ബാക്കി വന്ന പീസ് നമുക്ക് വേണ്ടത് ഈ ഒരു പീസാണ്. ഈ ഒരു പീസ് എടുത്ത് അന്നേരം നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഇതിൻ്റെ നടുവേ കൂടെ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് അന്നേരം നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് വെക്കണം. ഇങ്ങനെ കറക്റ്റ് ലെവലിൽ വേണം മടക്കാൻ, ഇല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ലെവലാക്കി എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവം കിട്ടും. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കോൺ ഉണ്ടാക്കിയില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് മടക്കണം. കറക്റ്റായിട്ട് മടക്കണം. അതുപോലെ അതിൻ്റെ ഇങ്ങനെ വന്നതിന് ശേഷം അതിൻ്റെ ഇങ്ങനെ തുറന്നിട്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് വശം നമ്മൾ ഇങ്ങനെ ചെയ്യണം. നേരത്തെ ഈ വശമായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ട് മടക്കണം. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗം എടുത്ത് അതും നേരത്തെ രീതിയിൽ തന്നെ ഇങ്ങനെ മടക്കിയെടുക്കണം. രണ്ട് സൈഡും മടക്കിയെടുക്കണം. ഇങ്ങനെ മടക്കി നിവർത്തിയെടുത്തതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വളവുണ്ടല്ലോ, ഇതിൽ കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ കൈയിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ട്രിക്ക് കാണിച്ചു തരാം. ഈ സാധനം ഇതിങ്ങനെ എടുത്ത് ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ മടക്കില്ലേ, ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം ഈ ഒരു സാധനം ഇവിടേക്ക് മുട്ടിക്കണം. ഇവിടെ ഇങ്ങനെ വരണം. എന്നിട്ട് ഈ ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി മടക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടും. അതുപോലെ തന്നെ മറ്റേ സൈഡും ചെയ്ത് കിടക്കണം. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഇതിൻ്റെ ഈ ഒരു ഭാഗമല്ല, ഈ ഒരു ഭാഗമാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ലെഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഈ ഒരു പീസ് ഈ ഒരു ഭാഗം എടുത്ത് ഇതിൻ്റെ മേളിലേക്ക് വെക്കണം, മടക്കി വെക്കണം. അതുപോലെ തന്നെ രണ്ട് സൈഡും അതുപോലെ ചെയ്ത് വെക്കണം. ഏകദേശം ഇങ്ങനൊരു സംഭവം കിട്ടും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വീണ്ടും ഇതുപോലെ മടക്കണം. മനസ്സിലാവും? ഇത് ഇങ്ങോട്ടേക്ക് ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് കറക്റ്റ് രീതിയിൽ മടക്കി എടുക്കുക. അന്നേരം ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഇട്ടണം. അതുപോലെ തന്നെ രണ്ട് സൈഡും ചെയ്തെടുക്കണം. അതുപോലെ തന്നെ രണ്ട് സൈഡും ഇതുപോലെ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് ഇതിൻ്റെ നടുവേ കൂടെ ഒരു വടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ നമ്മൾ എയറോപ്ലെയിൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ തന്നെ ഇതുപോലെ മടക്കണം. ഈ വശം ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യണം.
ഇപ്പോൾ ഏകദേശം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഇനി ഈ ഒരു വാലെടുത്ത് ഇങ്ങോട്ടേക്ക് ഫിക്സ് ചെയ്യണം. ഇങ്ങനെ കിട്ടും. ഇനി ഇത് കമഴ്ത്തി വെച്ച് കമഴ്ത്തി വെച്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് മടക്കണം. ഇനി ഇതിനൊരു കണ്ണും മൂക്കും കുറച്ചൊട്ടിക്കാൻ സെറ്റ്. ഇനി നമുക്ക് ഇത് ചാടുന്ന കാണാം. ഇതെങ്ങനെ ചാടണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ പതിയെ ഒന്ന് പ്രസ് ആയിട്ട് സോറി അത് തെറ്റിപ്പോയതാണ്. അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പതുക്കെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് തെന്നിച്ചിട്ടായതുകൊണ്ട് വരൽ ഉണ്ടാ. ഇതുപോലെയുള്ള ക്രാഫ്റ്റിംഗ് വീഡിയോസിനായിട്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.